എല്ലാവർക്കും എൻ്റെ സ്വാഗതം. പുതിയ യൂട്യൂബ് ചാനലാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. മഹാഭാരതം അതിൻ്റെ കഥയാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ പറയാൻ പോകുന്നത്. അതിന് ശ്രീകൃഷ്ണൻ്റെ കഥകളാണ് ആദ്യം, പിന്നെ കയമ്പർമത്സവം. ഇപ്പോൾ നമുക്ക് യദു അംശത്തെക്കുറിച്ച് അറിയാം. യദുവിൻ്റെ കുട്ടികളാണ് സഹസാഹിത്യർ, കോഷ്ടാവ്, നനൻ, ഇബു. സഹസിത്തിൻ്റെ മകനാണ് സദാസിത്തർ. സദാസിത്തിൻ്റെ കുട്ടികളാണ് ഗേഗേയൻ, വേണുഗയൻ, ഗേഗേയൻ. ഗേഗേൻ്റെ മറ്റൊരു പേരാണ് ഏകവീയൻ. ഏകവീയൻ്റെ മകനാണ് ധമ്മൻ. ധമ്മൻ്റെ മകനാണ് കണി. പിന്നെ സബൽഹാസിത്ത്, മഹിസ്മാൻ, ഭദ്രസേനൻ, ദുദ്ധമൻ. ഭദ്രസേനൻ്റെ മകനാണ് ധനകൻ. കിതവീയൻ, കിതാഗ്നി, കിതവമ്മാവ്, കിതജൗസം. നേരത്തെ പറഞ്ഞ കിതാഗണൻ്റെയും കിതഗ്നിയുടെയും മകനാണ് കാർത്തിവീയ അർജുനൻ. കാർത്തിവീയ അർജുനൻ മനോരമയ്ക്ക് ജനിച്ച കുട്ടികളാണ് ജയധ്വജൻ, സൂര്യസേനൻ, വിശാപൻ, മധു ഊജിരൻ. ഭഗവാൻ പരശുരാമൻ ധമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കാർത്തിവീയ അർജുനനെയും ഒന്നാമത്തെ മകനായ ജയധ്വജൻ, മൂന്നാമത്തെ മകനായ വിശാപൻ, അഞ്ചാമത്തെ മകനായ ഊജിരൻ, പിന്നെ ജയധ്വജൻ്റെ കുട്ടികളായ തന്നജകൻ, വിധികോട്ടയൻ, അനന്തൻ ദുർജയമ്മയെ വധിച്ചു. അവൻ 5 പേരും ജീവിച്ചു ഇരുന്നു. രണ്ടാമത്തെ മകനായ സൂര്യസേനനും 4ാമത്തെ മകനായ മധുവും. 4ാമത്തെ മകൻ മധുയ വംശം സ്ഥാപിച്ചു. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ മധുയ വംശത്തെക്കുറിച്ചാണ് പറയുന്നത്.